ഇനി നിങ്ങളെ ഞാൻ വർക്ക് ചെയ്യണ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതിലോ അത് കാണാൻ വേണ്ടി പോകും. അത് ആക്ച്വലി റെസ്റ്റോറൻറ്റ് ന്യൂയോർക്ക് ബേസാണ്. സ്റ്റാർബക്സ് എന്ന് പറയും. സിറ്റി വോക്കിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ മിറാസ് എന്നുള്ള ഒക്കെയാണ് ഇവിടെ ഈ വരണ കേട്ടോ. കാണിച്ചുതരാം. ഉണ്ടോ, ഇന്ന് നല്ല മഞ്ഞുണ്ട് കേട്ടോ. രാവിലെയൊക്കെ നല്ല മഞ്ഞായിരുന്നു. ഇപ്പോൾ കുറച്ചിങ്ങനെ അതൊക്കെ മൂടി കെട്ടിക്കണം. കാരണം അവിടെ നിന്ന് ഇപ്പോൾ അധികം ബിൽഡിംഗ് ഒന്നും കാണാൻ പറ്റില്ല. എന്താ മഞ്ഞ് കാണില്ല. ആ ബിൽഡിങ്ങൊക്കെ മഞ്ഞ് മൂടി കിടക്കുക. ഇവിടെ ദുബൈയിൽ UAE പിന്നെ എന്താ പറയുക, ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് വരെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ അവിടെ വീണുണ്ട്, ആരത്തെ എന്തോ വീണുണ്ട്. അവിടെ ആപ്പൻ മാൻ ഓൻ തന്നെ പോയി എടുക്കുന്നുണ്ട് മറുപടി. എന്തോ പഴം എന്തൊക്കെ വീണ് എടുക്കുന്നുണ്ട്, എന്താ അറിയില്ല. നമ്മളെ ഷെഫുണ്ട്, നമ്മളൊരു എന്താ പറയുക സ്റ്റാർബക്സ് ഇതാണ് കേട്ടോ. പറയും Very good friend. ഇത് നമ്മളെ ആളാണ്. പറയും ഗുഡ്. ഹായ്, ഇത് നമ്മളെ ഷെഫാണ്. ഇത് ദിസ് ഈസ് മൈ ഷെഫ്. ദിസ് ഈസ് മൈ ബിഗ് ഷെഫ്, ഷെഫ് പങ്കജ്. ദിസ് ഈസ് ഷെഫ് ഹെഡ് യൂട്യൂബ് ചാനൽ चालू किया हुआ. Okay, thank you. Okay, thank you, sir. Thank you, sir. I am sorry, really sorry. Please visit us again, chef. Thank you very much. We hope to see you. ഇന്ന് ഗസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഗസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു എൻജോയ്മെൻറ്റ്. നമ്മളെ ഷെഫുകളാണ് നിൽക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഹായ് 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 ഹായ്. Bye, chef. Not hi, bye, chef. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്വേൽക്ക് പോകണം ഇപ്പോൾ. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞിട്ടേ, ഇതാണ് നമ്മളെ ഷെഫ് എന്ന്. അപ്പോൾ ഞാൻ കാണിച്ചെന്നില്ലേ, അത് നമ്മളെ ഷെഫാണ്. ഇതൊക്കെ റിയലായിട്ടാണ് ഞാൻ പറയണത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അദ്ദേഹം ഭയങ്കര സപ്പോർട്ടാട്ടോ. പാവമാണ് ആൾ. നോർത്ത് ഇന്ത്യക്കാരാണ്. ഒരാൾ നോർത്ത് ഇന്ത്യൻസാണ്, ഒരാൾ മറ്റേ ആ ഷെഫ് ഹഡ്ജി എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം മറ്റേ നൈജീരിയ അല്ല അൽജീരിയ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളായിട്ടുള്ള ഇതൊക്കെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലെ പോലെയല്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. സിഗ്നൽ വീണല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്നാണ്ട് കിടക്കാൻ പറ്റില്ല. കടന്നു കഴിഞ്ഞാൽ വല്ല പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനാട്ടോ. ഒരുപാട് ഫൈനുണ്ട്. ചുരുങ്ങിയത് എത്ര 250 ദിറംസായിട്ടാണ് ഫൈന്. ഏറ്റവും ചുരുങ്ങിയത് 250 ദിറംസ് ഫൈന്. കനാഡിയൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും. നമുക്ക് കാനഡയിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് എക്സാമൊക്കെ ചെയ്യണം. അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക അക്കാഡമിയാണിത്. കനാഡിയൻ യൂണിവേഴ്സിറ്റി ഇൻ ദുബായ് എന്ന് അവിടെ ബോർഡ് കാണുന്നത്. കനാഡിയൻ യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്. അപ്പോൾ സിഗ്നലിൽ ഇങ്ങനെ നിൽക്കണം. ഇവിടുന്ന് ഇപ്പോൾ മാറാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മറ്റേ ഇതൊക്കെ ഉള്ള കാരണം ഇങ്ങനെ പോകാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റിന് അവിടെ നിന്ന് ഇങ്ങനെ അടുത്ത സിഗ്നലിൽ ഞങ്ങളെ റെസ്റ്റോറൻറ്റ് ഇതാ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പോയിരുന്നില്ല, നമ്മൾ കാണിച്ചെന്നില്ല. ഷെഫുമാർ ഇവിടെ ഇങ്ങനെ ആ റെസ്റ്റോറൻറ്റാണ് കാണുന്നത്. സിഗ്നൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സിഗ്നൽ വീണല്ലാതെ നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല. സിഗ്നൽ വീണില്ലെങ്കിൽ പണി കിട്ടും. അത് റൂൾ റെഗുലേഷനാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഫോളോഅപ്പ് ചെയ്യില്ല എന്ന് മാത്രം. ഇവിടെ UAE ദുബൈയിൽ അത് ഫോളോഅപ്പ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നല്ല ഫൈന് വരും ഇവിടെ. അപ്പോൾ അങ്ങനെ ആവട്ടെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, വീഡിയോസ് ഇനിയും വരുമേ. സൗണ്ടൊക്കെ കുറവുണ്ടാവും ചിലപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇന്ത്യയിൽ മറ്റേ സംവിധാനമൊന്നുമില്ല.
ആകെ ഒരു മൊബൈലുള്ളൂ. ആ മൊബൈൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയുള്ളത്. നമുക്കിപ്പോൾ വേറെ ഇതൊന്നുമില്ലല്ലോ, വർക്കുണ്ട്. നമ്മുടെ UAE സമയം പിന്നെ 1 മണിക്കാണ് വർക്ക്. അപ്പോൾ രാവിലെ ഇതുപോലെ ഒരു എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് നല്ലൊരു വീഡിയോസൊക്കെ എടുത്തിടുക, അത്രേ ഉള്ളൂ. പിന്നെ എന്താ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ്, നല്ല രസമുള്ള സ്ഥലമാണ്. അതാണ് സിറ്റി വാക്ക് മെയിനായിട്ടുള്ള ഏരിയകളാണ് ഇതൊക്കെ. ഇനിയും കേട്ടോ ഒരുപാട് കാണാനുണ്ട്, ഇവിടെ നിന്നൊക്കെ ഒരുപാട് കാണാനുണ്ട്. അതൊക്കെ വഴിയെ നമുക്ക് ഓരോ വീഡിയോസ് വരും. ഇപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഗസ്റ്റൊക്കെ കുറവാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ച അല്ലേ, അപ്പോൾ അധികം പിന്നെ ആളുകളൊന്നും ഉണ്ടാവില്ല റെസ്റ്റോറൻറ്റിൽ. ഇപ്പോൾ കാലിയൊക്കെ എടുക്കും. എന്നാലും കുഴപ്പമില്ല, ഇവിടെ നല്ല വർക്കൊക്കെ നടക്കും. പാവങ്ങൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെന്നൈയിലത്തെ ഓർമ്മ വരും. ഞാൻ ചെന്നൈയിലൊക്കെ ചായ കച്ചവടം ചെയ്ത് നടക്കുമ്പോഴേ, ചെന്നൈയിൽ ഒരുപാട് കാലം ചായ കച്ചവടം ചെയ്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ വർക്ക് ചെയ്യണ, ഈ രാത്രിയിലൊക്കെ റോഡ് സൈഡിൽ വർക്ക് ചെയ്യണ കുറേ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ പിന്നെ ചായ കൊടുക്കാനും അതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഇതിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിത കഥയാണ് നമുക്ക്. ചെന്നൈയിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ട്, ഒരു 1.5-2 വർഷത്തോളം ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഥകളിൽ വരും കേട്ടോ, എൻ്റെ കഥകളിൽ നിന്നുള്ള ഷോർട്ട് വീഡിയോയിലൊക്കെ വരും. ഇത് നമ്മുടെ വേറൊരാൾ ഇവിടെ നമ്മളെ സ്നേഹിതന്മാരൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഇവിടെ അർത്ത് കഫേ എന്ന് പറയും. നല്ല രസമുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സിറ്റി വാക്കിലത്തെ അനുഭവങ്ങൾ. നമ്മൾ പിന്നെ എന്താ പറയുക, ദുബൈയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ വലിയ പുള്ളിക്കാരനാണല്ലോ എന്നൊക്കെ. അങ്ങനൊന്നുമില്ല കേട്ടോ, അതൊക്കെ വെറുതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആളുകൾക്ക് എന്താ പറയുക, ഒരുപാട് ആളുകൾ പഠിച്ചിട്ട് പിന്നെ ജോലിയൊന്നും ഇല്ലാതെ നടന്ന് തിരിയണവരുണ്ട് ഇവിടെ. വെറുതെ റൂമിൽ ഇവിടെ വിസിറ്റിലിട്ട് വരും, എന്നിട്ട് വെറുതെ പിന്നെ എന്താ പറയുക, ഓൺലൈൻ വഴി ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക, അവിടെ കിടന്ന് ഉറങ്ങുക. അതൊന്നും ഒരു കാര്യമല്ല. ദുബൈയിൽ വരികയാണെങ്കിൽ നല്ല മെനക്കെടണം മക്കളെ, മനസ്സിലായോ? അപ്പോൾ ദുബൈയിൽ വരാൻ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ അതും കൂടി അറിയിക്കണം. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കിട്ടിട്ട് ഒരു കാര്യമില്ല. ഞാനൊക്കെ വിസിറ്റിൽ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ ഇവിടെ. ആ കഥകളൊക്കെ പിന്നെ ഒക്കെ വരും. ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ ദൈവമായാലും അള്ളാഹു ആയാലും യേശു ആയാലും എല്ലാ മതത്തിനും വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും കാണുന്നവരല്ലേ വീഡിയോസ്. എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണുക, പിന്നെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവട്ടെ. ഇനി വേറെ ഏരിയ ഒക്കെ ഞാൻ വിട്ടായിരുന്നു. ഞാൻ സത്തുവയിൽ പോകുന്നു. അപ്പോൾ ഈ ഏരിയ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല നമ്മുടെ വർക്ക് ചെയ്യണ ഏരിയ ഏതായാലും അവിടെ ഏരിയയാണ്, പിന്നെ മൊബൈലുണ്ട് കയ്യിൽ. എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളെ ചാനൽ. അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക, കമൻറ്റുകൾ അറിയിക്കുക, നെഗറ്റീവായാലും പോസിറ്റീവായാലും കാര്യങ്ങൾ അറിയിക്കുക. പിന്നെ എന്തൊക്കെ ഫാൾട്ടുകളുണ്ടോ അതറിയിക്കുക. നമ്മൾ പുതുതായിട്ടുള്ള ചാനലാണ്, ഏത് രീതിയിലാണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടെ. Bye.